എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോയാണ്. മുട്ട നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു മുട്ടത്തോടുണ്ടല്ലോ വെറുതെ കളയാറാണ് പതിവ്. ഇനി ആരും വെറുതെ കളയണ്ട കേട്ടോ. മുട്ടത്തോട് ആളത്ര നിസ്സാരക്കാരനല്ല, ഒരു മഹാസംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയല്ല, ആ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് മുട്ടത്തോട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ മുട്ടത്തോട് ചെടിക്ക്, റോസാ ചെടിക്കൊക്കെ അത് പൊടിച്ചിടുകയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ടത്തോട് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കത്രികയുടെയൊക്കെ മൂർച്ച കൂട്ടാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം കത്രികയ്ക്കൊക്കെ മൂർച്ച കുറവാണെങ്കിൽ അത് കൂട്ടിയെടുക്കാൻ കുറച്ച് പാടാണ്, അല്ലെങ്കിൽ പുതിയൊരു കത്രിക വാങ്ങിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതുപോലെ മുട്ടത്തോട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു കത്രിക കൊണ്ടിട്ട് നല്ല മൂർച്ചയായിരിക്കും. കുറേ തവണ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേന് അത്യാവശ്യം നല്ല മൂർച്ചയോടുകൂടി നമുക്ക് ആ ഒരു കത്രിക കിട്ടും. വളരെ സിമ്പിളായിട്ട് ഒരുപാട് പാടൊന്നും പെടാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അന്നേരം ഇനി മുട്ടത്തോട് കളയണ്ട. എന്നിട്ട് മൂർച്ച കൂട്ടാൻ ഇത് മാത്രമല്ല കേട്ടോ, അടുത്ത നമ്മുടെ കറിക്കത്തിക്കൊക്കെ മൂർച്ച കുറഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മൾ കാരകല്ലിലിട്ട് ഉരയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ കറിച്ചട്ടിയിൽ, അല്ലെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതൊന്നുമില്ലാണ്ട് നമുക്ക് വെറുതെ കളയുന്ന വേസ്റ്റ് ആയിട്ടുള്ള മുട്ടത്തോട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ടത് മൂർച്ച കൂട്ടി കിട്ടില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടത്തോട് ഇതുപോലെ എടുത്തതിന് ശേഷം അതിങ്ങനെ അധികം ബലം കൊടുക്കാണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അന്നേരം വളരെ നന്നായിട്ട് മൂർച്ച കൂട്ടി കിട്ടും കേട്ടോ. ഇപ്പം കത്താള് പോലുള്ളതിനാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കറുപ്പിച്ചാത്തിക്ക് നല്ല മൂർച്ചയാണ് കേട്ടോ. നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയാൻ മറക്കരുത്. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ കാണിക്കാം. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അത് മൂർച്ച കൂടിയിട്ടുണ്ടെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെറുതെ കളയുന്ന മുട്ടത്തോട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മൂന്നാമത് മിക്സിയുടെ ജാറിനകത്ത് ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കുറയുക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ് ഈ ഒരു മുട്ടത്തോട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിനെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. അന്നേരം തന്നെ ആ ഒരു ബ്ലേഡിനെല്ലാം നല്ല മൂർച്ച കിട്ടും. ആ ഒരു പൊടി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരുപാട് വലിയൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു പൗഡർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് റോസയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് അതിൽ പൂവൊക്കെ ഉണ്ടാവും. റോസയ്ക്കല്ല മറ്റ് ചെടികൾക്കാണെങ്കിലും ഇതിലടങ്ങിയിട്ട് ഈ ഒരു മുട്ടത്തോടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ, മുട്ടയാണെങ്കിലും മുട്ടത്തോടാണെങ്കിലും ഒക്കെ. അന്നേരം ഇത് നമുക്ക് പൊടിച്ച് ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഞാനിപ്പം അതിൽ നിന്ന് കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ. 1 സ്പൂണോ അല്ലെങ്കിൽ ഒരു 2 സ്പൂണോളൊക്കെയുള്ള മിക്സിയുടെ ജാറിൽ, അത് കുഞ്ഞ് ജാറിലാണ്. അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാവില്ല, അത് ലേശം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം സോപ്പ് ഇങ്ങനെ ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്തിട്ടാലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എന്നിട്ട് ഈ ഒരു മുട്ടത്തോടിൻ്റെ പൗഡറും ഈ ഒരു നമ്മുടെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം, അതും നല്ലൊരു കാര്യമാണ്. ഈ ഒരു ലിക്വിഡ് കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുട്ടത്തോട് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് മാറാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മിക്സിയുടെ ബ്ലേഡിൻ്റെ ആ ഒരു മൂർച്ച കൂടുന്നതിലും അപ്പുറം മിക്സിയുടെ ബ്ലേഡിൻ്റെ അടിയിലിരിക്കുന്ന അഴുക്ക് നമ്മളെപ്പോഴും ആ ഒരു ബ്ലേഡ് ഊരിയെടുത്താൽ കറക്റ്റായിട്ട് ഇടാനൊന്നും എല്ലാവർക്കും ഒന്നും പറ്റണം എന്നില്ല. അതിൻ്റെ അടിയിൽ ഒരുപാട് അഴുക്കുണ്ട്, നമുക്ക് കൈ എത്തത്തില്ല അവിടെ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അന്നേരം ഈ ഒരു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലെ അഴുക്ക് മൊത്തം ഇഞ്ഞ് പോരുകയും ചെയ്യും, മിക്സിയുടെ ജാറ് നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അന്നേരം ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് നല്ല പുതുപുത്തം പോലെ നമ്മുടെ മിക്സിയുടെ ജാറിരിപ്പുണ്ട്. അതുപോലെ നല്ല മൂർച്ചയുണ്ട് ആ ഒരു ബ്ലേഡിനൊക്കെ. അതിനും തീർച്ചയായിട്ടും മിക്സിയുടെ ജാറൊക്കെ ക്ലീൻ ചെയ്യാനും മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഒന്ന് മൂർച്ച കൂട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു മുട്ടത്തോട് ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മൾ കഴുകാൻ വിട്ടു പോയി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നല്ല അഴുക്ക് പിടിച്ചിരിക്കും. ഇത് നല്ല പഴയ വാഷ് ബേസിനാണ് കേട്ടോ. അന്നേരം മാക്സിമം
നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലിക്വിഡ്. നമ്മൾ ഈ മുട്ടത്തോടും വെള്ളവും പാത്രം കഴുകുന്ന ലിക്വിഡും ബേക്കിംഗ് സോഡയും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സിങ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ കൈ എടുത്ത് ഉരച്ചങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തേക്കുന്നത്. അതുപോലെ ടൈലിലുണ്ടാവുന്ന നല്ല ഡാർക്കായിട്ടുള്ള അഴുക്കുകളൊക്കെ ഒക്കെ നമുക്ക് ഉപയോഗിക്കും. സ്റ്റീലിൻ്റെ പൈപ്പ് ക്ലീൻ ചെയ്യാൻ, ബാത്റൂം ക്ലീൻ ചെയ്യാൻ, അങ്ങനെ തുടങ്ങി ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിടിലം ലിക്വിഡാണ്. ഒരു വാഷ് ബേസ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല പഴക്കമുള്ള വാഷ് ബേസിനായതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം റിസൾട്ട് ഇത്രയേ വരുള്ളൂ കേട്ടോ. അന്നേരം നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കരി അത്ര പിടിച്ചിട്ടുള്ളതും ആയിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് ഇത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ഉരച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് വേദനയും നീരും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വളരെ നൈസായിട്ടുള്ളൊരു ടവൽ പോലുള്ളൊരു സ്ക്രബ്ബർ ടൈപ്പ് ഉള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതിൻ്റെ പേര് എങ്ങനെയാണോ എന്തോ എനിക്കറിയില്ല പറയണത്. അന്നേരം ഞാനും വാങ്ങിച്ചു. 15 രൂപയൊക്കെ ഉള്ളൂ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കും, ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് അധികം വലിയ ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൻ്റെ അത്രയും നമുക്ക് റിസൾട്ട് കിട്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാറുണ്ട്. അന്നേരം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും വരാറില്ല. അന്നേരം ഇതുപോലെ നമ്മളൊന്ന് കഴുകിയെടുത്തതാണ്. വളരെ അത്ര വലിയ ഹാർഡായിട്ടുള്ളൊരു സ്ക്രബ്ബറല്ല അത്. എന്നാലും നമ്മൾ ഈ ഒരു ലിക്വിഡും കൂടെ ഉപയോഗിച്ചിട്ട് കഴുകി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പാത്രം കണ്ടില്ലേ എത്രത്തോളം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കരിയൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുപോലൊന്ന് ചെയ്ത് നോക്കണമേ. ഒത്തിരി അഴുക്ക് പിടിച്ചിട്ടുള്ള പാത്രങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കൈ വെച്ചിട്ട് ബലം കൊടുത്ത് തേച്ചൊരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. ഞാനിപ്പോൾ അധികം നേരം ഒന്നും വെച്ചൊന്നുമില്ല, എന്നാൽ പോലും ഇത്ര നല്ലൊരു റിസൾട്ട് കിട്ടി. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അത് ക്ലീൻ ചെയ്ത് കിട്ടാനും ഭയങ്കര പാടാണ്. അന്നേരം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമ്മളെപ്പോഴും വൃത്തിയോടെ കഴുകുന്ന നമ്മുടെ ചായക്കപ്പ്. നമ്മളെപ്പോഴും കഴുകുന്നതാണ്, നമ്മൾ കഴുകിയിട്ടാണ് വെള്ളം എടുക്കുന്നതും ചായ ആറ്റുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പം ആ ഒരു ചായക്കറ ഭയങ്കര ഡാർക്കായിട്ടിരിക്കും. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പണി ഒതുങ്ങിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അല്ലേ. അന്നേരം ഇന്ന് നമ്മൾ ഇതാണ് ക്ലീൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ നമ്മൾ സ്ക്രബ്ബറൊന്നും ഇല്ലാണ്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു കറയൊക്കെ ഇളകി വരുന്നതായിട്ട് കാണും. കാര്യം ആ ഒരു മുട്ടത്തോടും ആ ഒരു ലിക്വിഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാജിക് റിസൾട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ കപ്പിൻ്റെയൊക്കെ സൈഡുകളിലുണ്ടല്ലോ അതിങ്ങനെ അഴുക്കിയിരിക്കും. ഈ ഒരു ലിക്വിഡിൽ മുക്കി വെക്കുമോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മുക്കി വെച്ചാൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് പോലും ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അതെല്ലാം ഇളകി പോരും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ മിക്സി ക്ലീൻ ചെയ്യാൻ, അങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതിന് മുന്നുള്ള ക്ലീനിങ് സംബന്ധമായിട്ടുള്ള ലിക്വിഡുകൾ ഉണ്ടാക്കിയ വീഡിയോയിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയോണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അതൊന്നും കാണിക്കാത്തത്. അന്നേരം വളരെ സിമ്പിളായിട്ട് ആ ഒരു കപ്പ് നിങ്ങൾ നേരത്തെ കണ്ട ഒരു കോലമേ അല്ല, ആ ഒരു കോലമൊക്കെ മാറി നല്ല അത്രയ്ക്ക് കറയായിരുന്നു അതിനകത്ത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കൈക്ക് വലിയ ബലമൊന്നും കൊടുക്കാണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ ഇതൊരു കഴുകി എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ലിക്വിഡിൻ്റെ പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ മുട്ടത്തോട് വെച്ചിട്ട് തയ്യാറാക്കി നോക്കാം, മറക്കരുതേ. കണ്ടില്ലേ നല്ല പുതുപുത്തം പോലെ നമ്മുടെ സ്റ്റീൽ കപ്പ് ഇരിക്കുന്നുണ്ട്. കൈക്കോ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. പോറലൊന്നും വരുത്തുമില്ല, കൈക്ക് നീരോ വേദനയോ ഒന്നും വരത്തില്ല. ഇതിപ്പം 2-3 ദിവസമായിട്ടുള്ള ഒരു സ്റ്റീൽ സ്ക്രബ്ബറാണ്. അത് ഞാൻ കഴുകി, നിങ്ങൾ കണ്ടല്ലോ പൈപ്പിൻ്റെ ഉള്ളിൽ നല്ല പോലെ വെള്ളത്തിൽ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത്. പക്ഷേ നമ്മൾ കരുതും ഇത് വൃത്തിയായെന്ന്. ഒരിക്കലും വൃത്തിയായിട്ടില്ല. അത് ഞാൻ കാണിക്കാമേ. അധികം പഴക്കമില്ലാതെ നമ്മളിപ്പം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ സ്ക്രബ്ബറിൻ്റെ ഉള്ളിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം പൊടിയാണ് വരുന്നതെന്ന് കണ്ടോ. അതിന് ഒരുപാട് കീടാണുക്കൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് പോവില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. അന്നേരം നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു സ്ക്രബ്ബറും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ലിക്വിഡ് ഒരു 3-4 സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചെറിയ ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, അണുക്കളൊക്കെ ചത്തുപോകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമിയെടുത്തിട്ട് അതുപോലെ അങ്ങ് വെച്ചിരുന്നാൽ മതി. തിരുമിയിലും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി.
കുറച്ച് നേരത്തിന് ശേഷം കാണിക്കാം. നല്ല പോലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പൊടികളും ഒക്കെ ഇരിക്കും. അതെല്ലാം നശിച്ച് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനായി നമ്മുടെ ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു പൊടി വെച്ച്. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താം. അന്നേരം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യാനും മറക്കരുതേ.